മലപ്പുറം വഴിക്കടവിലാണ് 15-കാരന് ജീവൻ നഷ്ടമായത്. പന്നിക്കെണിയിൽ വെച്ച് ഇതിൽ നിന്ന് ഷോക്കേറ്റാണ് കുട്ടിയുടെ ജീവൻ നഷ്ടമായത്. 3 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 2 കുട്ടികൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മരിച്ച വിദ്യാർത്ഥിയുടെ 15-കാരൻ്റെ ബന്ധുക്കളുമായി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ സംസാരിക്കുകയാണ്. മുന്നേ കേരള മൂന്ന് മാമന്മാരും മക്കളുണ്ട്. ഒരു 3 പേര് പിടിച്ച് 3 പേര്. എൻ്റെ ചെറിയ അമ്മാവൻ്റെ മോനാണ് മരണപ്പെട്ടത്. മരണപ്പെട്ടിട്ടുള്ള ജിത്തുവിൻ്റെ ബന്ധുക്കളെ കണ്ടതിന് ശേഷം ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയെ കാണുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ആര്യാടൻ ഷൗക്കത്ത് ആശുപത്രിയിലേക്ക് എത്തിയതാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിനിടയിൽ നേരത്തെ മരിച്ച ജിത്തുവിൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ വീണ്ടും ആശുപത്രിക്കുള്ളിലേക്ക് പോയിരിക്കുകയാണ്. അർജുൻ ഇപ്പോൾ പരിക്കേറ്റ കുട്ടികളെ കാണുന്നതിനായിട്ടാണോ അദ്ദേഹം ആശുപത്രിക്ക് അകത്തേക്ക് പോയിരിക്കുന്നത്? എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ശ്രുതി, പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉൾപ്പെടെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഒരിക്കൽ കൂടി ആശുപത്രിയിലേക്ക് എത്തിയത്. നേരത്തെ ഈ സംഭവം നടന്നിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും നിലമ്പൂരിലേക്ക് മടങ്ങിയെത്തിയത്. ഇപ്പോൾ വീണ്ടും ഈ വിദ്യാർത്ഥിയെ കാണുന്നതിന് വേണ്ടിയാണ് ഇവിടത്തേക്ക് എത്തിയത്. അല്പസമയം മുൻപ് ഈ മരണപ്പെട്ടിട്ടുള്ള ജിത്തുവിൻ്റെ ബന്ധുക്കളോട് ഉൾപ്പെടെ ആര്യാടൻ ഷൗക്കത്ത് സംസാരിച്ചിരുന്നു. ഇതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന കാര്യം, നിജസ്ഥിതി സംബന്ധിച്ച് നേരത്തെ ചോദിച്ചറിഞ്ഞു. നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് ആശുപത്രിയിൽ എത്തിയ സമയത്ത് ആ വിദ്യാർത്ഥി അത്രയധികം ഈ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ മാത്രമുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ അപകടനില തരണം ചെയ്തതിൻ്റെ ഭാഗമായി വീണ്ടും ആ വിദ്യാർത്ഥിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ആശുപത്രിയിലേക്ക് എത്തിയത്. വലിയ പ്രതിഷേധം നേരത്തെ കണ്ടിരുന്നു. അവിടത്തേക്ക് എത്തി അവിടെയുള്ള പ്രവർത്തകരോട് സംസാരിച്ചതിന് ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് ആശുപത്രിയിലേക്ക് വീണ്ടും എത്തിയത്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ്, അല്ലെങ്കിൽ വലിയ ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദാരുണാന്ത്യമാണ് ഒരു 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്താകെ തന്നെ വന്യജീവി പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് UDF ഉൾപ്പെടെ